ഡിസ്ക് സ്കെഡ്യൂളിംഗ് ആൽഗോരിതംസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് FCFS എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ FCFS എന്ന് പറയുമ്പം നമുക്കിപ്പം ക്യൂ തന്നിട്ടുണ്ട് 98, 183, 37 അങ്ങനെ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഹെഡും പറഞ്ഞുകൊണ്ട് 53. ഹെഡ് എന്താണ് പറഞ്ഞാൽ അവിടെ നിന്ന് വേണം സ്റ്റാർട്ടാക്കാനായിട്ട്. എന്നിട്ട് പിന്നെ ആ ക്യൂവിലുള്ളത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, അതായത് 98 ആണ് ആദ്യം വന്നത് അങ്ങനെ. സോ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്, ക്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആ നമ്പേഴ്സ് എല്ലാം വെച്ചിട്ട് 0 തൊട്ട് ഏറ്റവും അവസാനം എന്താ വരുന്നത് 180, എബൌട്ട് 200 അല്ലേ, 183 200 വരെ വരുന്നുണ്ട്. സോ അതിനു വേണ്ടി ഞാൻ 199 എന്ന് തന്നെ ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തുള്ള നമ്പേഴ്സ് എല്ലാം വെച്ചിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ 53 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് വന്നേക്കുന്നത് 98 ആണ്. അങ്ങോട്ട് പോയി പിന്നെ 183, പിന്നെ തിരിച്ച് 122, പിന്നെ അങ്ങനെ 14, പിന്നെന്തുവാ അങ്ങനെ മനസ്സിലായല്ലോ. അങ്ങനെ ഏതാണോ ആദ്യം വരുന്നത് അതൊക്കെ അങ്ങനെ വെച്ചിട്ട് പോകണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ക്യൂവിൽ എന്താണോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ. ഇനി നമുക്കിനി SSTF എന്ന് പറയുന്ന ആൽഗോരിതം നോക്കാം. ഓക്കെ, SSTF ദ ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് ആണ്. സോ SSTF ചൂസസ് ദ പെൻഡിങ് റിക്വസ്റ്റ് ക്ലോസസ്റ്റ് ടു ദ കറൻറ്റ് ഹെഡ് പൊസിഷൻ. ആ കറൻറ്റ് ഹെഡ് പൊസിഷൻ്റെ ക്ലോസസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാണോ അതാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ റിക്വസ്റ്റ് ക്യൂ ഇസ് 98, 183 എക്സെട്ര അപ് ടു 67. ഓക്കെ, അതിനകത്ത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 53 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഹെഡ്. 53 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇത് കണ്ടോ, 53 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഹെഡ് വന്നിട്ട്. ഓക്കെ, 53 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഹെഡ്. ഓക്കെ, 53 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഹെഡ്. ആൻഡ് എന്നിട്ട് പറയുന്നത് നമുക്ക് അതിൻ്റെ ക്ലോസസ്റ്റ് എന്താണെന്ന് നോക്കാം. 53യുടെ ക്ലോസസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 65 ആണ്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. once we are in 65, the next is closest cylinder to 67. അങ്ങനെ ക്ലോസസ്റ്റ് സിലിണ്ടറിലേക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ റീവിസിറ്റ് ചെയ്യത്തില്ല നേരത്തെ ചെയ്ത നമ്പേഴ്സ്. സോ ദാറ്റ് ഈസ് SSTF. ഇറ്റ് മേ കോസ് സ്റ്റാർവേഷൻ ഓഫ് സം റിക്വസ്റ്റ്. റിമെമ്പർ, ദിസ് റിക്വസ്റ്റ് മേ അറൈവ് അറ്റ് എനി ടൈം. സോ സ്റ്റാർവേഷന് വിധേയമാകും. Next we are going to study scan scheduling algorithm. It's also known as elevator algorithm. അപ്പം ഈ ഒരു അൽഗോരിതം വന്നിട്ട് ഇൻ സ്കാൻ നമ്മൾ അതിനെ എലിവേറ്റർ എന്നും വിളിക്കും. ആൻഡ് ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാർട്ട്സ് അറ്റ് വൺ എൻഡ് ഓഫ് ദ ഡെസ്ക് ആൻഡ് മൂവ്സ് ടുവേർഡ്സ് ദി അതർ എൻഡ്. അങ്ങനെയാണ് സംഭവം. ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത എൻഡിലേക്ക് പോവുക. The direction of the head movement is reversed and servicing continues. The head continuously scans back and forth across the disk. The scan algorithm is called elevator algorithm. സോ നമുക്കത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പം നമുക്ക് സ്കാൻ എന്ന് പറഞ്ഞാൽ ബിഫോർ അപ്ലൈയിങ് സ്കാൻ ടു സ്കെഡ്യൂൾ റിക്വസ്റ്റ് ഓൺ ദ ആൽഗോറിതം, റിക്വസ്റ്റ് ഓൺ ദ സിലിണ്ടേഴ്സ്, വി നീഡ് ടു നോ ദ ഡയറക്ഷൻ ഓഫ് ദ ഹെഡ് മൂവ്മെൻറ്റ്സ് in addition to the head's current position. Assume that നമ്മൾ 0യിലേക്കാണ് പോകുന്നത്. ഓക്കെ എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ഇനിഷ്യൽ ഹെഡ് പൊസിഷൻ ഇസ് 53. അപ്പം അടുത്തത് എങ്ങോട്ടേക്ക് വരും? 53 കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് 14 വരും. പിന്നെ 14 അല്ല 37 വരും. 37 കഴിഞ്ഞിട്ട് 14 വരും. അറ്റ് സിലിണ്ടർ 0 ദ ആം റിവേഴ്സ് ആൻഡ് മൂവ് ടുവേർഡ്സ് ദ അതർ എൻഡ് ഓഫ് ദ ഡിസ്ക്. ആ സമയത്ത് അത് കഴിഞ്ഞ് വരുന്ന എന്തൊക്കെയാണോ അതിനെ നമ്മൾ സർവീസ് ചെയ്ത് പോകും. അതാണ് നമ്മുടെ സ്കാൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളതിനെ സർവീസ് ചെയ്ത് വന്ന് ലെഫ്റ്റ് എൻഡിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് നമ്മൾ പോകും. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ്സ് നോൺ ആസ് സ്കാൻ ആൽഗോരിതം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സി സ്കാനാണ്. അപ്പോൾ സ്കാൻ എന്താണ്
മനസ്സിലായല്ലോ അല്ലേ? അതായത് ഒരു 6 സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് അല്ല 0യിലേക്ക് പോകണം, എന്നിട്ട് അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോകണം. ദാറ്റ്സ് വാട്ട് ഇസ് നോൺ ആസ് സ്കാൻ അൽഗോരിതം. ദ നെക്സ്റ്റ് ഇസ് സി സ്കാൻ അൽഗോരിതം. സി സ്കാൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ സ്കാൻ. സ്കാൻ എന്ന് പറഞ്ഞാൽ എലവേറ്റർ അൽഗോരിതം ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരറ്റത്തേക്ക് പോയിട്ട് എന്നിട്ട് തിരിച്ച് നമ്മളൊന്നും സർവീസ് ചെയ്യാതെ തന്നെ തിരിച്ച് വരികയാണ്. അതായത് നമ്മൾ നോക്കുക, സ്കാനിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത് ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് 0 വരെ എത്തിയിട്ട് പിന്നെ തിരിച്ച് സർവീസ് ചെയ്ത് വരണം, അങ്ങനെയാണ് പഠിച്ചത്. പക്ഷെ അതേസമയം സി സ്കാൻ എന്ന് പറയുന്നത് അറ്റം വരെ എത്തിയിട്ട് മറ്ററ്റത്തിലേക്ക് പോകും. ഓക്കെ, അപ്പം അതായത് ഇവിടെ നമ്മൾ 53 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നമുക്ക് ലെഫ്റ്റിലോട്ട് വേണേൽ പോകാം, റൈറ്റിലോട്ട് വേണേലും പോകാം. ഇപ്പോൾ റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് സർവീസ് ചെയ്ത് റൈറ്റിലോട്ട് എത്തിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് 0യിലേക്ക് എത്തുമ്പം നമ്മൾ ഒരു പ്രാവശ്യം പോലും നമ്മൾ സർവീസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ തിരിച്ചറ്റത്തേക്ക് എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ പിന്നെയും തുടങ്ങും. സോ ഇറ്റ്സ് ലൈക്ക് റാപ്പ് റൗണ്ടിങ് ദ ഫൈനൽ സിലിണ്ടർ. ഓക്കെ, ടു ദ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ലുക്ക് സ്കെഡ്യൂളിംഗ് ആൽഗോരിതമാണ്. ബോത്ത് സ്കാൻ ആൻഡ് സി സ്കാൻ മൂവ് ദ ഡെസ്ക് ആം അക്രോസ് ദ ഫുൾ വിഡ്ത്ത് ഓഫ് ദ ഡെസ്ക്. In practice, neither algorithm is implemented this way. More commonly, നമുക്ക് ലുക്ക് എന്ന് പറഞ്ഞ സംഭവം നോക്കാം. Okay. These versions of scan and C scan are called look and C look. അപ്പം നമുക്ക് നോക്കാം. C look എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അങ്ങറ്റവും ഇങ്ങറ്റവും പോകത്തില്ല. ഓക്കെ, എന്നിട്ട് അത് മാത്രമേ ഉള്ളൂ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, അങ്ങറ്റവും ഇങ്ങറ്റവും പോകത്തില്ല. ഇപ്പോൾ ലുക്കിലാണെങ്കിൽ അങ്ങറ്റം പോവാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ലുക്ക് എന്ന് പറയുമ്പം എന്താണ്, അങ്ങറ്റം പോവാതെ നമ്മൾ സർവീസ് ചെയ്ത് വരുന്നു. ഓക്കെ, എന്നിട്ട് സി ലുക്കിലാണെങ്കിലും നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും ചെയ്യത്തില്ല, പക്ഷെ അങ്ങറ്റം പോകത്തില്ല. അതാണ് സംഭവം.